പുഷ്പാനുവിനെ ആക്രമിച്ച പ്രതികളെ ഞങ്ങൾ മോചിപ്പിച്ചു, മധുരം നൽകി സ്വീകരിച്ചു. എന്നാൽ കേട്ടോളൂ, നിങ്ങൾ മാലയിട്ട് ആഘോഷിച്ച പ്രതികളെ വീണ്ടും കാരാഗ്രഹത്തിൽ അടച്ചു. അതാണ് ഇടതുപക്ഷ പെൺകരുത്തിന്റെ പോരാട്ടം. ശബ്ദിക്കരുത്. പണം വേണ്ടവർക്ക് പണം, അധികാരം വേണ്ടവർക്ക് അധികാരം. ഇത് രണ്ടിനും വഴങ്ങിയില്ലെങ്കിൽ ചുറ്റി വരിയാൻ അന്വേഷണ ഏജൻസികൾ വട്ടമിട്ടു പറക്കും. നിശബ്ദരാകുക, നിശബ്ദരാകുക. ഇന്ത്യ എന്ന മഹാസംസ്കാരമേ, നിന്നെ എങ്ങോട്ടേക്കാണ് ഇവർ നയിക്കുന്നത്? മണിപ്പൂർ, 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 വംശീയ വൈരം കത്തിപ്പടരുന്ന മണിപ്പൂർ. കൊന്നൊടുക്കി നിരത്തിയിരിക്കുന്ന നിരപരാധികളുടെ ജീവനറ്റ ശരീരങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ മക്കളല്ലേ? വംശീയ ഭ്രാന്ത് പിടിച്ച അക്രമികളെ തടഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നെ പൊതുനിരത്തിലൂടെ നഗ്നയായി നടത്തില്ലായിരുന്നു, മാറി മാറി കൊത്തി വലിക്കില്ലായിരുന്നു. അപമാന ഭാരം കൊണ്ട് ഉള്ളിരുകിയപ്പോൾ ഒരു തുണ്ട് വസ്ത്രം നൽകാൻ എന്റെ രാജ്യത്തിന് കഴിയാത്തത് എന്തുകൊണ്ട്? പിറന്ന മണ്ണിനായി ചോര കൊണ്ട് ഇതിഹാസം തീർത്ത അമ്മമാരെ, മാപ്പ്, മാപ്പ്. ഇന്ത്യ എന്ന മഹാരാജ്യം നിങ്ങളുടെ മക്കളോട് മാപ്പ് ചോദിക്കുന്നു. പരസ്പരം കൊന്നു തീർക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കാൻ ഞങ്ങൾ കാട്ടുമൃഗങ്ങളല്ല, ഈ മണ്ണിൽ പിറന്ന മനുഷ്യരാണ്. അനാഥമാക്കപ്പെട്ട മണിപ്പൂരിന്റെ കുഞ്ഞുമക്കൾക്ക് മൗനം കൊണ്ടാണോ അധികാരികൾ മറുപടി നൽകേണ്ടത്? തീയിട്ടില്ലാതാക്കിയ ഞങ്ങളുടെ വീടുകളും തകർക്കപ്പെട്ട ആരാധനാലയങ്ങളും അവഗണനയുടെ അടയാളമായത് എങ്ങനെ? മൗനം വെടിയുക, ഞങ്ങളുടെ മണിപ്പൂരിന് നീതി നൽകുക. അനീതികളും അക്രമങ്ങളും കണ്ട് നിശബ്ദത പാലിക്കുന്ന അമ്മയ്ക്കല്ല ഞങ്ങൾ ഭാരത് മാതാ എന്ന് പേരിട്ടത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷികളായവരെ പെറ്റു വളർത്തിയ അമ്മമാരാണ് ഭാരത് മാതാക്കൾ. ഞങ്ങളും അമ്മമാരാണ്, രാജ്യത്തിനായി പൊരുതുന്ന അമ്മമാർ. ഞങ്ങൾ അർത്ഥപട്ടിണിയിലും മുഴുപട്ടിണിയിലുമായി പോകുന്നത് നിങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ മക്കൾ ജനിക്കുമ്പോൾ തന്നെ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ വിലക്കയറ്റം കൊണ്ട് പുറകെ പൊട്ടുന്നത് നിങ്ങൾ അറിയുന്നില്ല. ഞങ്ങളുടെ മക്കൾ തൊഴിലില്ലാതെ അലയുന്നത് നിങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ വിയർപ്പും ചോരയും ലാഭക്കൊതിയന്മാരായ കോർപ്പറേറ്റുകൾക്ക് നിങ്ങൾ വീതിച്ചു നൽകുന്നു. കോർപ്പറേറ്റുകളിൽ നിന്ന് സംഭാവന സ്വീകരിച്ച് നിങ്ങൾ പ്രഭുക്കന്മാരെ പോലെ വാഴുന്നു. സമ്പന്നരുടെ വർണ്ണ പ്രപഞ്ചമല്ല ഇന്ത്യ. കർഷകരുടെയും തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും മണ്ണാണ് ഇന്ത്യ. ഞങ്ങളുടെ സ്വാതന്ത്ര്യവും ഭരണഘടനയും പണയം വയ്ക്കാൻ വർഗീയ ശക്തികളെ അനുവദിക്കില്ല. രാജ്യത്തിനായി പൊരുതി മരിച്ചവരുടെ ചോരയാണ് ഞങ്ങളിലും ഓടുന്നത്. വർഗീയ ഭ്രാന്ത് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ ഞങ്ങൾ